പ്രോഗ്രഷൻ ആക്ടിവിറ്റി പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനറൽ പ്രൊഫൈൽ, എൻറോൾമെന്റ് പ്രൊഫൈൽ, ഫെസിലിറ്റി പ്രൊഫൈൽ എങ്ങനെ പൂർത്തിയാക്കാം എന്ന് നോക്കാം. udasplus.gov.in പോർട്ടലിൽ സ്റ്റുഡന്റ് മൊഡ്യൂൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാലയത്തിന്റെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്റ്റുഡന്റ് മൊഡ്യൂളിൽ ലോഗിൻ ചെയ്ത ശേഷം സ്കൂൾ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്താൽ ക്ലാസ് വൈസ് കുട്ടികളുടെ എണ്ണം ബോയ്സ്, ഗേൾസ്, ആകെ എന്ന രീതിയിൽ കാണാൻ കഴിയും. ഓരോ ക്ലാസ്സിലെയും എണ്ണത്തിന് നേരെ വലതുവശത്തുള്ള ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ആ ക്ലാസിൻ്റെ ഡിവിഷൻ അടിസ്ഥാനത്തിലുള്ള എണ്ണം കാണാം. പ്രോഗ്രഷൻ പൂർത്തീകരിച്ച ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ ലഭ്യമാവുന്നത്. ലഭ്യമായ എണ്ണത്തിന് നേരെയുള്ള വ്യൂ അല്ലെങ്കിൽ മാനേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ചെയ്ത ക്ലാസ്സിലെ സെലക്ട് ചെയ്ത ഡിവിഷനിലെ കുട്ടികളുടെ ലിസ്റ്റ് ലഭ്യമാവുന്നതാണ്. ഇങ്ങനെ ലഭ്യമാവുന്ന കുട്ടികളുടെ ലിസ്റ്റിലെ ഓരോ കുട്ടിയുടെയും പേരിന് നേരെ വലതുവശത്തായുള്ള ജനറൽ പ്രൊഫൈൽ, എൻറോൾമെന്റ് പ്രൊഫൈൽ, ഫെസിലിറ്റി പ്രൊഫൈൽ എന്നിവയാണ് പൂർത്തിയാക്കേണ്ടത്. ആദ്യമായി ജനറൽ പ്രൊഫൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുട്ടിയുടെ പൊതുവായ വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. മുൻവർഷം നൽകിയ വിവരങ്ങൾ അവിടെ ലഭ്യമാണ്. എങ്കിലും വിവരങ്ങൾ തിരുത്താൻ കഴിയാത്തവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ BRCയുമായി ബന്ധപ്പെടേണ്ടതാണ്. കുട്ടിയുടെ പെൻ നമ്പറും തിരുത്തേണ്ട വിവരങ്ങളും കൃത്യമായി BRCകൾക്ക് നൽകിയാൽ തിരുത്തുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. പേരുകളിലെ സ്പെല്ലിംഗ്, സ്പേസ് എന്നിവയെല്ലാം ഹോം പേജിലെ സ്റ്റുഡന്റ് നെയിം അപ്ഡേറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാലയങ്ങൾക്ക് തന്നെ തിരുത്താവുന്നതാണ്. കുട്ടികളുടെ പ്രൊഫൈലിൽ മൊബൈൽ നമ്പർ രക്ഷിതാക്കളുടെ നമ്പർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ജനറൽ പ്രൊഫൈൽ പൂർത്തീകരിച്ചാൽ സേവ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ രണ്ടാമത്തെ പ്രൊഫൈലായ എൻറോൾമെന്റ് പ്രൊഫൈലിലേക്ക് പോകുന്നതാണ്. എൻറോൾമെന്റ് പ്രൊഫൈലിൽ കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. മുൻവർഷം നൽകിയ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ പ്രോഗ്രഷൻ സമയത്ത് നൽകിയ ക്ലാസ്, മാർക്കിന്റെ ശതമാനം, സ്കൂളിൽ ഹാജരായ ദിവസങ്ങൾ എന്നിവയും കുട്ടിയുടെ മീഡിയം എന്നിവയും ലഭ്യമാണ്. തിരുത്തുണ്ടെങ്കിൽ മാറ്റം വരുത്തി സേവ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മൂന്നാമത്തെ പ്രൊഫൈലായ ഫെസിലിറ്റി പ്രൊഫൈൽ എന്ന ലിങ്കിൽ പ്രവേശിക്കുന്നതാണ്. ഫെസിലിറ്റി പ്രൊഫൈലിൽ കുട്ടിക്ക് ലഭ്യമായ ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമായ ഉപകരണങ്ങൾ എന്നിവയുടെ വിവരങ്ങളും കുട്ടി സംസ്ഥാന, ദേശീയ തലത്തിൽ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, കുട്ടി NCC, NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നിവയും, കൂടാതെ കുട്ടിയുടെ ഹൈറ്റ്, വെയ്റ്റ്, കുട്ടിയുടെ താമസ സ്ഥലത്തു നിന്നും വിദ്യാലയത്തിലേക്കുള്ള ദൂരം, രക്ഷിതാവിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത എന്നിവയും ഫെസിലിറ്റി പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ പ്രൊഫൈലും പൂർത്തീകരിച്ചാൽ പൂർത്തീകരിച്ച പ്രൊഫൈലിൻ്റെ കളർ ചുവപ്പിൽ നിന്നും ഗ്രീൻ കളറായി മാറുന്നതാണ്. അവസാനമായി പ്രൊഫൈൽ പ്രിവ്യൂ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 3 പ്രൊഫൈലുകളിലായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ഒരുമിച്ച് കാണാവുന്നതും ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ച് തിരുത്തുണ്ടെങ്കിൽ തിരുത്തിയും കൃത്യമാണെങ്കിൽ കംപ്ലീറ്റ് ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കുട്ടിയുടെ പ്രൊഫൈലുകളുടെ അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളുടെ വിദ്യാലയത്തിലെ മുഴുവൻ ക്ലാസുകളിലെയും മുഴുവൻ കുട്ടികളുടെയും പ്രൊഫൈൽ അപ്ഡേഷൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ അപ്ഡേഷൻ പൂർത്തിയാവുകയുള്ളൂ.